തെരുവിൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്താനുള്ള ഗവർണറുടെ നീക്കങ്ങളൊന്നും കോഴിക്കോട് വിജയിച്ചില്ല. പ്രകോപനം സൃഷ്ടിക്കാൻ പ്രോട്ടോകോൾ ലംഘിച്ച് മിഠായി തെരുവിലെത്തിയ ഗവർണറെ മധുരം നൽകിയാണ് തിരിച്ചയച്ചത്. ആരിഫ് മുഹമ്മദ് ഖാന്റെ മിഠായി തെരുവ് സന്ദർശനത്തിനിടെ ഒരു വ്യക്തി ഇന്നലെ കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു. അശോകൻ എന്ന ആളാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നുണ്ട്. ലതീഷ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മളൊക്കെയും കണ്ടതാണ്. മിഠായി തെരുവിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടക്കുകയും പ്രോട്ടോകോൾ ലംഘനം ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം. ആ സമയത്ത് അവിടെ കുഴഞ്ഞു വീണ മനുഷ്യൻ അശോകൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം മരിക്കുകയും ഇന്ന് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കാൻ പോവുകയുമാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് ലഭിക്കുന്നത് ആശുപത്രിയിൽ നിന്നും? പ്രിയ, ഗുഡ് മോർണിംഗ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്നലെ 12:40 കൂടിയാണ് ഉച്ചയ്ക്ക് 12:40 കൂടിയാണ് കോഴിക്കോട് മിഠായി തെരുവിലെത്തുന്നത്. നമുക്കറിയാം, സുരക്ഷ ആവശ്യമുള്ള ഇത്തരത്തിലുള്ള VIP-കൾ വരുമ്പോൾ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ബോംബ് സ്ക്വാഡും പോലീസും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ ഈ സ്ഥലം പരിശോധിക്കേണ്ട ഒരു നിലയുണ്ട്. അത്തരത്തിൽ ഒരു പരിശോധനയ്ക്കും അവസരമൊരുക്കാതെ, പോലീസിനെ കൃത്യമായി അറിയിക്കാതെ പ്രോട്ടോകോൾ ലംഘിച്ചായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കോഴിക്കോട് മിഠായി തെരുവിലേക്കുള്ള വരവ്. ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നാടകം തന്നെയാണ് കോഴിക്കോട് മിഠായി തെരുവിൽ ഇന്നലെ നടന്നത്. കടകളിൽ കയറി ഇറങ്ങുന്നു, ഹലുവ വാങ്ങിക്കഴിക്കുന്നു. ആ നിലയിലുള്ള പ്രവർത്തനമാണ് ഇന്നലെ ഗവർണർ നടത്തിയത്. എന്തായാലും കോഴിക്കോടിൻ്റെതായ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു. ഒരു തരത്തിലുമുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ്റെ അല്ലെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനൊപ്പം ചേർന്ന് മുദ്രാവാക്യം വിളിച്ച BJP പ്രവർത്തകരുടെ പ്രകോപനത്തിൽ വീഴാതെ ആരിഫ് മുഹമ്മദ് ഖാന് ഹലുവ നൽകി തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായി. കോഴിക്കോടിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാന് തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ തിരക്കുപിടിച്ച ഒരു തെരുവിലൂടെ പോലീസിൻ്റെ അകമ്പടി ഒന്നും തനിക്ക് വേണ്ട എന്ന് വീമ്പ് പറഞ്ഞ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിച്ച ആരിഫ് മുഹമ്മദ് ഖാന് കനത്ത പോലീസ് സുരക്ഷയിൽ തന്നെ കോഴിക്കോട് നഗരത്തിലൂടെ ഇത്തരത്തിൽ അരമണിക്കൂറിലധികം നടന്നു നീങ്ങാൻ കഴിഞ്ഞു. ആ കാര്യം കേരളം തന്നെയാണ് ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം. അതിൽ കോഴിക്കോടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ അടുത്ത ദിവസമാണ് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം ഏറ്റവും സുരക്ഷിത നഗരം എന്നുള്ള പട്ടികയിൽ 10ാം സ്ഥാനത്ത് കോഴിക്കോട് ഇടം പിടിച്ചത്. അത്തരത്തിൽ ഒരു നഗരത്തിലൂടെ സ്വതന്ത്രമായി തനിക്ക് നടക്കാം എന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു. അദ്ദേഹത്തിന് തന്നെ തെളിയിക്കേണ്ടി വന്നു. തലേ ദിവസം ക്രമസമാധാന പ്രശ്നമുണ്ട് കേരളത്തിൽ എന്ന് പറഞ്ഞ ആരിഫ് മുഹമ്മദ് ഖാനാണ് സ്വതന്ത്രമായി കോഴിക്കോട് നഗരത്തിലൂടെ നടന്നു പോകാൻ കഴിഞ്ഞത്. തലേ ദിവസം അദ്ദേഹത്തിന് കോഴിക്കോട് ഒരു സ്വകാര്യ ചടങ്ങിൽ അല്ലെങ്കിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തും യാതൊരു തടസ്സവുമില്ലാതെ കടന്നു പോകാൻ കഴിഞ്ഞത് എന്ന് കേരളത്തിൻ്റെ ക്രമസമാധാനം അല്ലെങ്കിൽ കേരളത്തിൽ എത്ര കണ്ട് സുരക്ഷയുണ്ട് എന്ന് ഗവർണർക്ക് തന്നെ തെളിയിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഗവർണറുടെ പ്രവർത്തനങ്ങളിലൂടെ തന്നെ തെളിഞ്ഞു എന്ന് നമുക്ക് എടുത്തു പറയാം. ഒപ്പം ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഇന്നലത്തെ കോഴിക്കോട് മിഠായി തെരുവ് സന്ദർശനത്തിൻ്റെ സമയത്താണ് അശോകൻ അടിയോടി എന്ന് പറയുന്ന 70 വയസ്സുകാരൻ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോഴിക്കോട് നഗരം അരമണിക്കൂറിലധികം ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് നഗരത്തിൽ തങ്ങിയെങ്കിൽ 1 മണിക്കൂറിലധികം കോഴിക്കോട് നഗരം പൂർണ്ണമായും തടസ്സപ്പെടുന്ന അല്ലെങ്കിൽ യാതൊരു തരത്തിലും ആളുകൾക്ക് മുന്നോട്ട് പോകാനോ വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാനോ കഴിയാത്ത തരത്തിൽ സ്തംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഘട്ടത്തിലാണ് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കുഴഞ്ഞു വീണ അശോകൻ അടിയോടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പോലും കഴിയാതെ വന്ന ഒരു സാഹചര്യമുണ്ടായത്. ഓട്ടോയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. 12:55 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുടുംബം ഏതെങ്കിലും തരത്തിൽ ഇത് ചികിത്സ വൈകിയത് കൊണ്ടാണ് മരണപ്പെട്ടത് എന്നത് സംബന്ധിച്ചൊരു പരാതി പോലീസിന് നൽകിയിട്ടില്ല. എന്തായാലും ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കും. ഉച്ചയോടുകൂടി മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശോകൻ എന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കാൻ പോവുകയാണ്.